ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ഇന്ന് സംഭവിച്ചത് എന്ത് എന്നതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. കർണാടക ഹൈക്കോടതി അപകടത്തിൽ സ്വമേധയാ കേസെടുത്തു. ചൊവ്വാഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണം. സംഭവത്തിൽ മാജിസ്ട്രേറിയൽ അന്വേഷണം ആരംഭിച്ചു. RCB മാനേജ്മെന്റിനും BCCIക്കും ഇവന്റ് മാനേജ്മെന്റ് ടീമിനും നോട്ടീസ് അയക്കും. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് കാട്ടി DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ കർണാടക ഹൈക്കോടതി രാവിലെ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. റിപ്പോർട്ട് വായിച്ച ശേഷം കോടതി സ്റ്റേഡിയത്തിലെ സുരക്ഷയെ സംബന്ധിച്ച് ആരാഞ്ഞു. ഫ്രീ പാസ് എന്നത് ആരുടെ ആശയമാണെന്നും ഇതെങ്ങനെ പ്രചരിച്ചെന്നുമായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം. എല്ലാത്തിനും പിന്നിൽ RCB മാനേജ്മെന്റ് എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഇതിന് പിന്നാലെയാണ് കോടതി സ്വമേധയാ കേസെടുത്തത്. ഇതിനിടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണം ആരംഭിച്ചു. RCB മാനേജ്മെന്റ്, ഇവന്റ് മാനേജിംഗ് ടീം, ഒപ്പം തന്നെ BCCI എന്നിവർക്ക് നോട്ടീസ് അയക്കാനാണ് തീരുമാനം. 14 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറും. തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ലെന്ന് ആവർത്തിക്കുകയാണ് ബംഗളൂരു പോലീസ്. ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പിഴവും ഉണ്ടായിട്ടില്ലെന്നാണുള്ളത്. അപ്രതീക്ഷിതമായി കുറേ പേരെത്തി, അങ്ങനെ ഉണ്ടായൊരു അപകടം. എന്തായാലും മാധ്യമങ്ങളെ കണ്ട ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇന്ന് പൊട്ടിക്കരഞ്ഞു. ನನಗೆ ಐ ಆಮ್ ವರಿಡ್ ಅಬೌಟ್ ಆ ಪಾಪ ಮಕ್ಕಳು, ಆ ಚಿಕ್ಕ ಮಕ್ಕಳು ಭಾಳ ನಾನು ನೋಡಿದೆ ಅಂತ 15 ವರ್ಷ ಮಕ್ಕಳು ಎಲ್ಲ ಈ ರೀತಿ ಆಗಿದ್ದು. 10 ಜನ ನಾನು ನೋಡಿದ್ದೀನಿ ನನ್ನ ಕಣ್ಣಲ್ಲೇ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് RCB 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നും ആരാധകർക്കൊപ്പം എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ടീം ഇത്തരത്തിൽ ഒരു സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ പുറത്ത് ആരാധകർ മരിച്ചു കിടക്കുമ്പോഴും അകത്താഘോഷിച്ചതിൽ ആരാധകർ അടക്കമുള്ള വലിയൊരു സമൂഹത്തിന് ഇപ്പോഴും കടുത്ത വിമർശനമുണ്ട്.